എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാം. തൻ്റെ നിർമ്മലമായ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന കൃപയുടെ സമയമാണിത്. സെലിബ്രേഷൻ ഓഫ് ഇവാഞ്ചലൈസേഷൻ, ദൈവവചനത്തിൻ്റെ കൊയ്ത്തുത്സവം. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമുക്കായി ഒരുക്കി തന്നിരിക്കുന്നത്? ഈ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ സത്യവചനമാണ്. നമ്മളായിരിക്കുന്ന ഈ തലമുറയ്ക്ക് മറ്റെന്തിനേക്കാളും ഇന്നാവശ്യമായിരിക്കുന്നത് കർത്താവിൻ്റെ വചനമാണ്. വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. ദൈവവചനത്തിന് മാത്രമേ ഈ തലമുറയെ രൂപാന്തരപ്പെടുത്തുവാനും വിശുദ്ധീകരിക്കുവാനും നവീകരിക്കുവാനും കഴിയുകയുള്ളൂ. എന്താണ് ഈ തലമുറയുടെ പ്രത്യേകത? നമ്മൾ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, മറ്റു മാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ കാണുന്ന കേൾക്കുന്ന വാർത്തകൾ നമ്മുടെ മനസ്സാക്ഷി ഒരുപാട് വേദനിപ്പിക്കുമാറ്, പലതും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം ദുസ്സഹമായ, നമ്മുടെ നീതിബോധത്തെ ഒത്തിരിയേറെ നൊമ്പരപ്പെടുത്തുന്ന വാർത്തകളാണ് ദിനംതോറും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ തലമുറയ്ക്ക് എന്തു പറ്റി? ഈ തലമുറയെക്കുറിച്ച് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വചനത്തിൽ ഈശോ പറഞ്ഞു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ. ഈ തലമുറയെ നോക്കി കർത്താവ് വിളിക്കുകയാണ് വിശ്വാസം നഷ്ടപ്പെട്ടു പോയ തലമുറ, അപ്പോസ്റ്റസി. ഈ കാലഘട്ടത്തിന് വലിയൊരു അടയാളമാണ് വിശ്വാസരാഹിത്യം, വിശ്വാസമില്ലായ്മ, നോ ഫെയ്ത്ത്. വിശ്വാസമുള്ള അനേകം ഹൃദയങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ. ഇത് കാലത്തിൻ്റെ പ്രത്യേകതയാണ് സഹോദരങ്ങളെ. കർത്താവ് പറഞ്ഞു വിശ്വാസമില്ലാത്ത. രണ്ടാമത് പറയുകയാണ് വഴിപിഴച്ച തലമുറ. കർത്താവിൻ്റെ വഴിയിൽ നിന്ന്, സത്യത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചു പോയൊരു തലമുറ. ലോകത്തിൻ്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി, നൈമിഷികമായ ഭോഗേച്ഛകൾക്ക് വേണ്ടി, നശ്വരമായ നേട്ടങ്ങൾക്ക്, ഉന്നമനങ്ങൾക്കും വേണ്ടി സത്യത്തിൻ്റെ വചനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു തലമുറ. ദൈവിക നിയമങ്ങളെയും ദൈവപ്രമാണങ്ങളെയും നിസ്സാരവൽക്കരിക്കുന്ന, അത് ബാധ്യതയായി കാണുന്ന ഒരു തലമുറ. എൻ്റെ സഹോദരങ്ങളെ, എത്ര വേദനയോടെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിശ്വാസരാഹിത്യത്തിൽ നിന്ന്, വഴിപിഴച്ചുപോയ ഈ അടിമത്വങ്ങളിൽ നിന്ന് ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് മാത്രമേ കഴിയൂ. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ സഭയ്ക്ക് വളരെ അനുഗ്രഹീതനായ മാർപ്പാപ്പയായിരുന്നു. തൻ്റെ സഭാഭരണ കാലത്ത് ഇപ്രകാരം സഭാമക്കളോട് പറഞ്ഞു, ഈ ലോകത്തെ ഇനി രക്ഷിക്കുവാൻ പൊളിറ്റിക്സിന് സാധിക്കുകയില്ല, രാഷ്ട്രീയത്തിന് കഴിയുകയില്ല. ഈ ലോകത്തെ രക്ഷിക്കുവാൻ സൈക്കാട്രിക്ക് പൂർണ്ണമായും കഴിയുകയില്ല. കാരണം സൈക്കാട്രിക് പ്രശ്നങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ച് പെരുകി വരികയാണ്. മോഡേൺ വേൾഡ് ഇത്രമാത്രം ഡെവലപ്പ് ചെയ്തിട്ടും മാനസിക പ്രശ്നങ്ങൾ കുറയുകയല്ല, അത് വർദ്ധിച്ച് പെരുകി വരുന്നു. ഈ ലോകത്തെ രക്ഷിക്കുവാൻ പണത്തിന് കഴിയുകയില്ല. ഈ ലോകത്തെ രക്ഷിക്കുവാൻ മറ്റൊരു സംവിധാനത്തിനും പൂർണ്ണമായും സാധിക്കുകയില്ല, ടെക്നോളജിക്ക് പറ്റുകയില്ല. മാർപ്പാപ്പ പ്രവാചക ശബ്ദത്തോടെ വിളിച്ചു പറഞ്ഞു, ഈ ലോകത്തെ രക്ഷിക്കുവാൻ കർത്താവിൻ്റെ വചനത്തിന് മാത്രമേ കഴിയൂ, സുവിശേഷത്തിന് മാത്രമാണ് ഈ ലോകത്തെ രക്ഷിക്കുവാനായി കഴിയുന്നത്. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഈ തലമുറയെ സത്യവിശ്വാസത്തിൽ വീണ്ടെടുക്കുവാൻ ദൈവവചനത്തിനാണ് കഴിയുന്നത്. വഴിപിഴച്ചു പോയ വിശുദ്ധിയുടെ,
നന്മയുടെ നേരായ വഴിയിൽ നിന്ന് ഒത്തിരിയേറെ വ്യതിചലിച്ചു പോയ ഈ കാലഘട്ടത്തെ നവീകരിക്കുവാൻ കർത്താവിൻ്റെ വചനത്തിനാണ് കഴിയുന്നത്. സഹോദരങ്ങളെ, എത്ര സത്യമാണ് ദൈവത്തിൻ്റെ വചനം. ജോബിന്റെ പുസ്തകം 21:14 വീണ്ടും പരിശുദ്ധ വചനം ഈ തലമുറയുടെ മറ്റൊരു പ്രത്യേകത പറയുകയാണ്. അവർ ദൈവത്തോട് പറയുന്നു, ഞങ്ങളെ വിട്ടുപോവുക, അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ ആവശ്യമില്ലാത്തൊരു തലമുറ ഈ തലമുറയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ദൈവമില്ലാത്തൊരു തലമുറ, ദൈവത്തെ ആവശ്യമില്ലാത്തൊരു തലമുറ. പലപ്പോഴും ഒരുപാട് മനസ്സിന് നൊമ്പരം വരാറുണ്ട്. പല വ്യക്തികളുടെ സംസാരങ്ങൾ, അവരുടെ ചില പ്രസ്താവനകളെല്ലാം കാണുമ്പോൾ കേൾക്കുമ്പോൾ വിശ്വാസത്തോട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ അനേക യുവജനങ്ങൾ വിശ്വാസം നഷ്ടപ്പെടുത്തി ദൈവത്തെ ആവശ്യമില്ലാതെ ദൈവിക നിയമങ്ങളെ അതിലംഘിച്ചുകൊണ്ട്, കാരണം അതൊക്കെ ഒരു ബാധ്യതയായി കാണുകയാണ്. ഫ്രീഡം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. മൈ ലൈഫ് മൈ ചോയ്സ്, മൈ ബോഡി മൈ റൈറ്റ്. ഈ ഒരു വാക്യത്തിൽ അനേകർ മുന്നോട്ട് പോകുന്നു. അവിടെ ദൈവത്തിന് റോളുകളില്ല. കർത്താവിൻ്റെ വചനത്തിന് അവിടെ ഒരു പ്രസക്തിയുമില്ല. ദൈവമേ, ഞങ്ങളെ വിട്ടു പോവുക, ഞങ്ങൾക്ക് നിന്റെ ആവശ്യമില്ല എന്ന് വിളിച്ചു പറയുന്ന ഒരു തലമുറ. ഇതെത്ര അപജയമാണ് സഹോദരങ്ങളെ. നമ്മളിന്ന് ലോകത്തിൽ കാണുന്ന ആത്മീയവും ധാർമ്മികവുമായ എല്ലാവിധ അധപതനങ്ങളുടെ അടിസ്ഥാന കാരണം ദൈവത്തെ അകറ്റി നിർത്തിയതാണ്. ദൈവത്തെ നമ്മൾ തള്ളിക്കളഞ്ഞതാണ്. കർത്താവിൻ്റെ വചനത്തെ അവഗണിച്ചു പോയതാണ്. വീണ്ടും പരിശുദ്ധ വചനം ഈ തലമുറയുടെ മറ്റൊരു പ്രത്യേകത പറയുന്നു. പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വചനം, 1 Timothy chapter 4:2, മനസ്സാക്ഷി കത്തിക്കരിഞ്ഞു പോയ നുണയന്മാരുടെ കാപുഢ്യമാണ് ഇതിന് കാരണം. മനസ്സാക്ഷി കത്തിക്കരിഞ്ഞു പോയൊരു തലമുറ, കപടതയുടെ ആത്മാവ് പരിവർത്തിക്കുന്നൊരു തലമുറ, മനസ്സാക്ഷി കത്തിക്കരിഞ്ഞു പോയൊരു അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, സ്വന്തം അമ്മയെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്നു, കാമുകനെ ലഭിക്കാൻ വേണ്ടി ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിക്കുന്നു, കുഞ്ഞിനെ കൊല്ലുന്നു, കാമുകിയെ കിട്ടാൻ വേണ്ടി തൻ്റെ ഭാര്യയെ വധിക്കുന്നു, ലോകത്തിൻ്റെ നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഏത് ചെയ്യാനും മടിയില്ലാത്ത അവസ്ഥ. വളരെ പ്രായം കുറഞ്ഞ 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ പോലും അവർ ദുരുപയോഗിക്കപ്പെടുന്നു, മിസ്യൂസ് ചെയ്യപ്പെടുന്നു, മർദ്ദിക്കപ്പെടുന്നു. എൻ്റെ സഹോദരങ്ങൾ, എന്തൊക്കെയാണ് ഇന്ന് ഈ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? പരിശുദ്ധ വചനം പറയുന്നു, ഇതിന് അടിസ്ഥാന കാരണം മനസ്സാക്ഷി കത്തിക്കരിഞ്ഞു പോയ കപടാത്മാക്കള്, കാപഠ്യമുള്ള ഒരു തലമുറ. ഇപ്രകാരം ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സഹോദരങ്ങളെ, ഈ തലമുറയെ വിശുദ്ധീകരിക്കുവാൻ കർത്താവിൻ്റെ വചനത്തിന് മാത്രമേ കഴിയൂ. ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ, ഈ തലമുറയെ നവീകരിക്കുവാൻ ദൈവവചനത്തിനാണ് കഴിയുന്നത്. ഇവിടെയാണ് ഇവാഞ്ചലൈസേഷന്റെ അർജൻസി, അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ. അതിന് പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷത, ഈ തലമുറയിൽ ആയിരിക്കുന്ന വ്യക്തികളുടെ പ്രത്യേകത. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും അടങ്ങാത്തവരും അപവാദം പറയുന്നവരും ഒരുമിച്ചു ഉണർവോട് ഒന്നിച്ചു ഉച്ചത്തിൽ വായിച്ച് ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. എത്ര കൃത്യമാണ് ദൈവത്തിന്റെ വചനം! ഈ കാലഘട്ടത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് പ്രവചന രൂപേണ വരച്ചു വെച്ചിരിക്കുകയാണ്. ഈ തലമുറയെ കുറിച്ചാണ്
ഈ വചനത്തിലൂടെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ധനമോഹികള്, സ്വാർത്ഥസ്നേഹികള്, അഹങ്കാരികള്, ദൈവദൂഷകര്, ദൈവനിന്ദകര്, നന്ദിയില്ലാത്തവര്, മാതാപിതാക്കൾ അനുസരിക്കാത്തവര്, അനുസരണക്കേടുള്ളവര്, വഞ്ചകര്, എടുത്തുചാട്ടക്കാര്, ക്രൂരന്മാര്, മനസാക്ഷി കരിഞ്ഞുപോയവര്, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ, ലോകത്തിന്റെ നിറങ്ങളിൽ, ലോകത്തിന്റെ ഭോഗേച്ഛകളിൽ ആസക്തിയുള്ള മനുഷ്യരുണ്ടാകും. എപ്പോഴാണ്? അന്ത്യകാലങ്ങളിൽ, അന്ത്യനാളുകളിൽ. സഹോദരങ്ങളെ, ആ കാലഘട്ടം ഈ ഒരു നാളുകളാണ്. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് ദൈവവചനത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, കർത്താവിന്റെ വചനത്തിന് മാത്രമാണ് നമ്മളെ വീണ്ടെടുക്കാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനത്തിന് മാത്രമാണ് നമ്മളെ വിശുദ്ധീകരിക്കുവാനും നവീകരിക്കുവാനുമായി കഴിയുന്നത്. നമ്മെ മാനസാന്തരത്തിലേക്കും അനുതാപത്തിലേക്കും നയിക്കുവാൻ കർത്താവിന്റെ സത്യവചനത്തിന് മാത്രമാണ് സാധിക്കുന്നത്. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. സഹോദരങ്ങളെ, ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ അറിയിക്കണം. ഈ തലമുറയെ വിശുദ്ധീകരിക്കുവാൻ, നവീകരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനെ അധ്വാനിച്ച്, വചനം പറഞ്ഞ്, മറ്റ് ആത്മീയ ശുശ്രൂഷകൾ വഴിയൊക്കെ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, തലമുറകളെ, ഈ കാലഘട്ടത്തെ ഈശോയ്ക്കായി നേടുവാൻ, വിശുദ്ധീകരിക്കുവാൻ പരിശുദ്ധാത്മ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, ആത്മാവ് അനേകർ ഉണർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങളെ സമർപ്പണം ഈ വാട്സപ്പ് നമ്പറിലേക്ക് അറിയിക്കുക. നമുക്കൊന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി അനേകം ആത്മാക്കളെ യേശുവിനായി നേടാം. അതിനാണ് ഈ ദൈവവചനത്തിന് കൊയ്ത്തുത്സവം എന്ന ഈ ശുശ്രൂഷ നമുക്കായി പരിശുദ്ധാത്മാവ് ഒരുക്കി തന്നിരിക്കുന്നത്. കർത്താവിൻ്റെ മനസ്സ് എന്താണ് നമ്മോട് പറയുന്നത്? പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുകയാണ്. റോമാക്കാർക്ക് ഇത് ലേഖനം 1-ാം അധ്യായം 16-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയാണ്, സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ഈ പരിശുദ്ധ വചനത്തെ ആധാരമാക്കിയാണ് ഇന്നത്തെ ഈ ശുശ്രൂഷ നമുക്കായി ആത്മാവ് നൽകുന്നത്. 5 കാര്യങ്ങൾ ഈ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മ പറഞ്ഞു തരുന്നുണ്ട്. നാം അതിലേക്ക് പോകുന്നതിനേക്കാൾ മുൻപ് കർത്താവ് തൻ്റെ പ്രവാചകനിലൂടെ നമ്മെ അറിയിക്കുന്നൊരു സത്യമുണ്ട്. ഈ കാലഘട്ടത്തിന് ദൈവരാജ്യ ശുശ്രൂഷകരെ നമ്മൾ ഓരോരുത്തരും കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ ആത്മാവും ശ്രദ്ധിക്കേണ്ട വചനമാണിത്. നമ്മുടെ കുടുംബങ്ങൾ ഈ വചനം ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ വിളി ലഭിച്ച ഞാനും നിങ്ങളും ഈ വചനത്തിന്റെ മർമ്മങ്ങൾ നമ്മുടെ ആത്മാവിൽ പ്രകാശിതമാകുവാൻ ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കണം. എന്താണ് ഈ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സംസാരിക്കാനുള്ളത്? ജെറമിയ പ്രവചനം 23-ാം അധ്യായം 22-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, എൻ്റെ സന്നിധിയിൽ നിന്നിരുന്നെങ്കിൽ എൻ്റെ ജനത്തോട് അവർ എൻ്റെ വാക്കുകൾ പ്രഘോഷിച്ച് ദുർമാർഗത്തിൽ നിന്ന്, പാപബന്ധനങ്ങളിൽ നിന്ന്, പാപവഴികളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു, ദുഷ്പ്രവർത്തികളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിനായി ഞാനും നിങ്ങളും നൽകേണ്ട ആ വിലയെക്കുറിച്ച്, കമ്മിറ്റ്മെന്റിനെ കുറിച്ചാണ് ഈ വചനത്തിലൂടെ ആത്മാവ് സംസാരിക്കുന്നത്. ഈ തലമുറ മാനസാന്തരത്തിലേക്ക് വരുവാൻ, അനുതാപം നഷ്ടപ്പെട്ട ആത്മാക്കളിൽ ആഴമേറിയ അനുതാപം നിറയുവാൻ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവ് വേദനയോട് പറയാ, നിങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്നിരുന്നുവെങ്കിൽ, എൻ്റെ ജനത്തിന് ആവശ്യമായ വചനങ്ങൾ, പ്രവചന വചനങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടിരുന്നുവെങ്കിൽ, നിങ്ങൾ എന്നിൽ നിന്ന് സ്വന്തമാക്കിയിരുന്നുവെങ്കിൽ, ഞാൻ നൽകുന്ന വചനങ്ങൾ ഈ തലമുറയോട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ, അവരെ പാപവഴികളിൽ നിന്ന്, ദുർമാർഗങ്ങളിൽ നിന്ന് അവരെ നിങ്ങൾക്ക് രക്ഷിക്കാമായിരുന്നു. സഹോദരങ്ങൾ, ഇന്ന് എന്തുകൊണ്ട് മാനസാന്തരങ്ങൾ സംഭവിക്കാത്തത്? ദൈവവചനത്തിന് വേണ്ടി ഞാനും നിങ്ങളും വില കൊടുക്കുന്നില്ല.
നമ്മൾ 100,000 വചനങ്ങളെ കേൾക്കുന്ന യൂട്യൂബ് നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തോരം വചനങ്ങളാണ്, എന്തോരം മിനിസ്ട്രികൾ, എന്തോരം കൂട്ടായ്മകൾ, ആയിരക്കണക്കിന് വചനപ്രഘോഷകർ, വെറൈറ്റി വചനങ്ങൾ, സെഷൻസ്, ശുശ്രൂഷകൾ എന്ന് വേണ്ട, നമുക്ക് എല്ലാം ഇന്ന് ലഭ്യമാണ് സഹോദരങ്ങളെ. ഇത് കണ്ടും കേട്ടും നമുക്ക് ആത്മാർത്ഥമായ കർത്താവ് ആഗ്രഹിക്കുന്നൊരു ലെവലിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരാൻ പറ്റുന്നുണ്ടോ എന്ന് ദൈവവചനത്തിന് മുൻപിലിരുന്ന് നമ്മൾ പരിശോധിക്കേണ്ട സമയമാണിത്. കർത്താവ് വേദനയോടെ നമ്മൾ അറിയിക്കുക, നിങ്ങൾ എൻ്റെ മുൻപിൽ നിന്നിരുന്നുവെങ്കിൽ എന്നിൽ നിന്ന് വചനം കേൾക്കുവാൻ, എൻ്റെ ജനത്തിന് ആവശ്യമായ, ഈ തലമുറയ്ക്ക് ആവശ്യമായ വചനങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന്, എൻ്റെ അധരത്തിൽ നിന്ന് നിങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ആ വചനങ്ങൾ നിങ്ങൾ ഈ തലമുറയോട് പ്രഘോഷിച്ചിരുന്നുവെങ്കിൽ ഈ തലമുറയ്ക്ക് മാനസാന്തരം സംഭവിക്കുമായിരുന്നു. നമുക്കാണ് വീഴ്ച പറ്റി സഹോദരങ്ങളെ. കർത്താവിനെ കേൾക്കുവാൻ നമ്മൾ പരാജയപ്പെടുന്നു. നമ്മളിത് വളരെ ബിസി, തിരക്ക് പിടിച്ച ജീവിതമാണ്. ശുശ്രൂഷകരാണെങ്കിലും, നമുക്ക് ബിസിനസ് ആണെങ്കിലും, ജോലിയാണെങ്കിലും, മറ്റു പല ലോകത്ത് നമ്മൾ പല വ്യഗ്രചിത്തരാണ്. നമുക്ക് സ്വസ്ഥമായ കർത്താവിൻ്റെ മുൻപിൽ അല്പസമയം ഇരിക്കാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിയിരിക്കുവാൻ നമുക്ക് പലപ്പോഴും ഇന്ന് കഴിയാതെ പോകുന്നു. ഇതല്ലേ നമ്മുടെ പരാജയം? ഇതല്ലേ ഈ തലമുറയുടെ തകർച്ചയുടെ കാരണം? ഇതുകൊണ്ടല്ലേ ഇന്ന് ആത്മാക്കൾ നാശത്തിലേക്ക് പോകുന്നത്? നമ്മുടെ ആത്മീയ അപജയമല്ലേ ഈ തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു ഈ ജനത്തെ ദുഷ്വഴികളിൽ നിന്ന്, അവരുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നു. എപ്പോഴാ? നമ്മൾ കർത്താവിൻ്റെ മുൻപിലായിരുന്നു. കർത്താവിൽ നിന്ന് ഈ തലമുറയ്ക്ക് ആവശ്യമായ പ്രവചന വചനങ്ങൾ നമ്മൾ നമ്മുടെ ആത്മാവിലേക്ക് ഏറ്റെടുക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എത്ര കഠിന പാപിയെയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ കർത്താവിൻ്റെ വചനത്തിന് കഴിയും. ദൈവവചനത്തിന് മാത്രമേ കഴിയൂ. അനുതാപം നഷ്ടപ്പെട്ട ആത്മാക്കളെ ദൈവകൃപയിലേക്ക് ഉയർത്തുവാൻ കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് കഴിയും. എത്ര തകർക്കപ്പെട്ട ജീവിതങ്ങളെയും പുനരുദ്ധരിക്കുവാൻ ദൈവവചനത്തിന് കഴിയും. വചനത്തിന് കഴിയും. സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. വചനത്തിന് മാത്രമാണ് അത് കഴിയുന്നത്. വചനത്തിന് മാത്രം. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കി, ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ വായിച്ച് ധ്യാനിക്കുന്നൊരു വചനമാണിത്. നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ ഈ വചനം കൃപയാക്കി മാറ്റുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവ്. നമുക്ക് എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട്? അപ്പോസ്തല പ്രവർത്തനം 2:4 നമ്മൾ കാണുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശിഷ്യന്മാർ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? അപ്പോസ്തല പ്രവർത്തനം 2:14 വരിക. 2:14 പറയുന്നു ആ വചനം. എന്നാൽ പത്രോസ് മറ്റ് 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു. അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനം അവരറിയിച്ചു, സുവിശേഷം പ്രസംഗിച്ചു. കർത്താവിന്റെ മനസ്സ് ജനത്തെ അറിയിക്കുകയാണ്. ഇസ്രായേൽ ജനമേ, നിങ്ങളിത് കേൾക്കുക എന്ന് പറഞ്ഞ് കർത്താവിന്റെ ജീവനുള്ള വചനം പത്രോസ്ലീഹയും മറ്റ് 11 അപ്പോസ്തലന്മാരും ഒരുമിച്ച് പ്രഘോഷിക്കുകയാണ്. ഈ വചന സന്ദേശം കേട്ടപ്പോൾ, ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ, ജീവനുള്ള വചനം, കൃപയുടെ വചനം, സത്യത്തിൻ്റെ വചനം, നിർമ്മലമായ വചനം ജനം ശ്രവിച്ചപ്പോൾ ജനത്തിന് എന്താ സംഭവിച്ച്? അതാണ് ഈ തലമുറയിൽ സംഭവിക്കുന്നത്. അവർ കർത്താവിൽ നിന്ന് പ്രാപിച്ചു ജനത്തിനെ കൊടുക്കേണ്ട വചനങ്ങൾ, ജനത്തിന് ആവശ്യമായ സന്ദേശങ്ങൾ അവർ കർത്താവിൽ നിന്ന് സ്വീകരിക്കുകയാണ്. നമ്മൾ പഠിച്ചു വെച്ച കുറേ ആശയങ്ങൾ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ എന്ന് പരിശുദ്ധാത്മാവ് അറിയിക്കുകയാണ്. നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ പ്രബോധനങ്ങളും പറയല്ല. ഈ തലമുറയെ നേടുവാനുള്ള പ്രവചന വചനങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിലുണ്ട്. അത് ഞാനും നിങ്ങളും കൃപയിൽ തിരിച്ചറിഞ്ഞ് ദൈവിക ജ്ഞാനത്തിൽ മനസ്സിലാക്കി ആ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ആ വചനങ്ങൾ ഈ തലമുറയോട് പ്രഖ്യാപിക്കുമ്പോഴാണ് ഈ തലമുറയ്ക്ക് മാനസാന്തരം ഉണ്ടാകുന്നത്. ഈ തലമുറ ഇവാഞ്ചലൈസ് ചെയ്യപ്പെടുന്നത്.
ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങളെല്ലാം കേട്ടപ്പോൾ ജനക്കൂട്ടത്തിന് എന്താ സംഭവിച്ചത്? അപ്പോസ്തല പ്രവർത്തനം 2:37 ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോടും ചോദിച്ചു. അവര് ചോദിക്കുകയാണ്, സഹോദരന്മാരെ, വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ, കർത്താവിനെ കണ്ടുമുട്ടുവാൻ, ഞങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുവാൻ, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കുവാൻ, ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ, വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ചങ്കുപൊട്ടി നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പറയാ, ഇതാണ് വചനത്തിന്റെ പവർ, ഇതാണ് വചനത്തിന്റെ ശക്തി. വചനത്തിന് മാത്രമേ നമ്മെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റൂ, രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും, രൂപാന്തരപ്പെടുത്തുവാൻ. സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കുക. അപ്പോസ്തല പ്രവർത്തനം 16:14 വന്ന് ആക്ട്സ് ചാപ്റ്റർ 16:14 ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തീത്തിറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തിയുമായി ലിദിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ദൈവവചനം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ജനത്തിൻ്റെ ഹൃദയത്തെ കർത്താവ് തുറക്കും. എവിടെയെല്ലാം വചനം മുറിച്ച് വിളമ്പി കൊടുക്കുന്നുവോ അവിടെ ജനം കർത്താവിനെ കണ്ടുമുട്ടും. കർത്താവുമായിട്ട് എൻകൗണ്ടർ ജനത്തിന് ലഭിക്കുന്നത് ദൈവവചന പ്രഘോഷണ സമയത്ത്. വചനം പ്രഖ്യാപിക്കുമ്പോൾ, വചനം കൊടുക്കുമ്പോൾ ജനം കർത്താവിനെ തിരിച്ചറിയുന്നു, കർത്താവിനെ കണ്ടുമുട്ടുന്നു, അനുതാപം ഉണ്ടാവുന്നു, മാനസാന്തരം ഉണ്ടാവുന്നു, നിത്യരക്ഷ സ്വന്തമാക്കുന്നു. ഇവിടെ ലിദി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ, അവൾ വളരെ ഒരു സൊസൈറ്റി ലേഡിയാണ്, ഹൈ ഇൻഫ്ലുവൻഷ്യൽ ലേഡി, നല്ല സമ്പന്നയാണ്, സൊസൈറ്റിയിൽ നല്ല പൊസിഷനുള്ളവൾ. അത്രയും ഉന്നതയായ ഈ സ്ത്രീയുടെ ഹൃദയത്തെ കർത്താവ് തുറക്കുകയാണ് ദൈവവചനത്തിനായി. വചനം കേട്ടപ്പോൾ പൗലോസ് വചനം ഇതുപോലെ അന്ന് പൗലോസ് വചനം പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ ഈ തലമുറയോട് വചനം പറയാൻ ധാരാളം കൊയ്ത്തുകാരുണ്ടാവണം. ദൈവവചനത്തെ പകർന്നു കൊടുക്കുവാൻ, വചനം പ്രഖ്യാപിക്കുവാൻ, വചനം നൽകുവാൻ അനേകർ സഭയിൽ ഉണരണം, കുടുംബങ്ങൾ ഉണരണം, കുഞ്ഞുങ്ങൾ ഉണരണം, യുവജനങ്ങൾ, ദമ്പതിമാർ, വൈദികർ, സമർപ്പിതർ, ഏകാസ്ഥർ എന്നു വേണ്ട എല്ലാ ജീവിതാന്തസ്സിൽപ്പെട്ടവരും കർത്താവിന് വേണ്ടി ഉണരേണ്ട സമയമാണ്. കർത്താവ് ഉണരുക, ഇത് ഉണരേണ്ട സമയമാണ്. കർത്താവ് ഒരു പൗലോസ് കർത്താവിന്റെ വചനം അറിയിച്ചപ്പോൾ ലിദിയയുടെ ഹൃദയം കർത്താവ് തുറന്നതുപോലെ ഈ തലമുറയുടെ ഹൃദയം തുറക്കുവാൻ കർത്താവ് തയ്യാറാ. പക്ഷെ വചനം കൊടുക്കുവാൻ പൗലോസുമാരിന്ന് അധികമില്ല. അതാണ് കർത്താവിന്റെ വേദന. പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്, കം ഓൺ, നീ വരിക, നീ എഴുന്നേൽക്ക്, നീ ഉണരേ, ഞാൻ നിനക്ക് കൃപ തരാം. എൻ്റെ കൃപ ഞാൻ നിനക്ക് തരാം. ഒരു നിമിഷം കൃപയ്ക്ക് വേണ്ടി വന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കർത്താവെ കൃപ ചെയ്യണമേ, വചനത്തിന്റെ കൃപ, ഇവാഞ്ചലൈസേഷന്റെ കൃപ, കർത്താവെ അങ്ങേക്ക് സാക്ഷ്യം നൽകാനുള്ള കൃപ, ധൈര്യത്തിന്റെ കൃപ, ജ്ഞാനത്തിന്റെ കൃപ, ശക്തിയുടെ കൃപ തരണമേ. ആ വരികൾ പാടി പ്രാർത്ഥിക്കുക. കർത്താവേ സ്തുതിക്കുന്നു. ആമേൻ. കരങ്ങൾ കർത്താവിന്റെ മുമ്പിൽ തുറന്നു പിടിച്ച് ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി കർത്താവേ കൃപ ചെയ്യണമേ, 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 വചനാഭിഷേകം നൽകണമേ, വചനാഭിഷേകം നൽകണമേ,
കർത്താവേ കൃപ ചെയ്യണമേ, കർത്താവേ കൃപ ചെയ്യണമേ. വചനാഭിഷേകം നൽകണമേ, വചനാഭിഷേകം നൽകണമേ, കർത്താവേ കൃപ ചെയ്യണമേ, കർത്താവേ കൃപ ചെയ്യണമേ. കർത്താവേ കൃപ ചെയ്യണമേ, 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 കർത്താവേ കൃപ ചെയ്യണമേ. കരമുയർത്തി ദൈവകൃപയ്ക്കായി ആഗ്രഹിച്ച് ഒന്നിച്ചൊരൊറ്റ വിളി, യേശുവേ ജീവിക്കുന്ന ദൈവമേ, കൃപൊടുക്കട്ടെ, 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 കൃപൊടുക്കട്ടെ. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങളിൽ കൃപൊടുക്കട്ടെ. കൃപയിൽ ആത്മാവ് വ്യാപരിക്കട്ടെ, കൃപയിൽ ആത്മാവ് പരിവർത്തിക്കട്ടെ. ശ്രദ്ധിക്കുന്നു, 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 ശ്രദ്ധിക്കുന്നു. മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, നന്ദി, നന്ദി കർത്താവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ആമേൻ. വിശ്വസിച്ച് സന്തോഷത്തോടെ ആമേൻ പറഞ്ഞേ. ആമേൻ. കർത്താവ് നമുക്കായി നൽകുന്ന ഓരോ വചനവും കൃപയായി സ്വീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, വീണ്ടും നമുക്ക് പൗലോസ്ലീഹ സഭയെ പഠിപ്പിച്ച റോമാക്കാർക്കെതി ലേഖനം 1:16 വരിക. അവിടെ 5 കാര്യങ്ങൾ പരിശുദ്ധാത്മ പറയാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ വചനം ദൈവശക്തിയാണ്. പവർ ഓഫ് ഗോഡ്. വചനം പവർ ഓഫ് ഗോഡാണ്, ദൈവശക്തിയാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? വേർഡ് സൽവേഷൻ. ദൈവത്തിൻ്റെ വചനം രക്ഷയാണ്, ദൈവത്തിൻ്റെ വചനം രക്ഷയാണ്. നാലാമത് അവിടെ എന്താ പറയുന്നത്? റോമർ 1:16. നാലാമത് എന്താ പറയുന്നത്? എന്തെന്നാൽ വിശ്വസിക്കുന്നവർക്കും, ആരെല്ലാം വചനത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തി, അവിടെ ഭാഷയോ ഗോത്രമോ കുടുംബ പാരമ്പര്യമോ അവൻ്റെ തൊഴിൽ സ്റ്റാറ്റസോ അവൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ഡിഗ്രികളൊന്നും വിഷയമല്ല. ആര് വിശ്വസിക്കുന്നു? നോക്കിക്കേ, നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിച്ചേ. ആര് ഈ സത്യത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നുവോ, ആര് വിശ്വസിക്കുന്നുവോ അവരെ ഈ വചനം രക്ഷിക്കുന്നു. അഞ്ചാമത് എന്താ പറയുന്നത്? റോമർ 1:16. ആദ്യ യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും എന്ന് പറഞ്ഞാൽ ഓൾ നാഷണാലിറ്റീസ്, എല്ലാ ജനപദങ്ങൾക്കും എല്ലാവർക്കും ഉള്ളതാണ് ഈ രക്ഷ എന്ന് സുവിശേഷം പ്രഖ്യാപിക്കുകയാണ്. അത് ക്രൈസ്തവർക്ക് മാത്രമല്ല, സകല മനുഷ്യർക്കുള്ളതാണ് കർത്താവിൻ്റെ രക്ഷ. എല്ലാവർക്കുമുള്ള, എല്ലാ ജനപദങ്ങൾക്കും, യഹൂദന്മാരും ഗ്രീക്കുകാരും സകലർക്കുമുള്ളതാണ് ഈ രക്ഷ എന്ന് ദൈവത്തിൻ്റെ വചനം പറയാം. 5 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിൽ സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. അത് പിന്നീട് നമ്മൾ ഈ ശുശ്രൂഷയിൽ മറ്റൊരു ഭാഗത്ത് ധ്യാനിക്കും. ഇപ്പോൾ അതിൽ രണ്ടാമത്തെ കാര്യം പറയുന്നത് വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം. അത് പവർ ഓഫ് ഗോഡാണ്, ദൈവശക്തിയാണ്. വചനം ദൈവശക്തിയാണ്. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ്, വചനം ദൈവശക്തിയാണ്. വചനം ദൈവശക്തിയാണ്. കർത്താവിൻ്റെ വചനം ദൈവശക്തിയാണ്. റോമർ 1:16 പറയുന്നു വചനം ദൈവശക്തിയാണ്. എന്തുകൊണ്ടാണ് വചനം ദൈവത്തിൻ്റെ ശക്തിയായി മാറുന്നത്? കാരണം വചനം ദൈവമാണ്. യോഹന്നാൻ 1:1 യേശു പഠിപ്പിച്ചു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ദൈവമാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ച്, ഇതൊരു കഥാപുസ്തകമല്ല, ഇത് മുഴുവൻ ദൈവശക്തി നിറഞ്ഞിരിക്കുകയാണ്. ഇത് വായിക്കുന്നവർ, ഇത് കേൾക്കുന്നവർ, ഇത് അനുസരിക്കുന്നവർ, ഇത് പാലിക്കുന്നവർ, ഇത് ഭക്ഷിക്കുന്നവരിൽ ദൈവശക്തി വ്യാപരിക്കും, ദൈവശക്തി നിറയും. ആ വ്യക്തിയുടെ ജീവിതം ശക്തിയുടെ ജീവിതമായിട്ട് മാറും. പവർ ശക്തിയുടെ ജീവിതമായിട്ട് മാറും. സഹോദരങ്ങളെ, നമ്മളിത് മറന്നു പോകരുത്. വചനം ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 6:63 വീണ്ടും ഈശോ പഠിപ്പിച്ചു. എന്താ ഈശോ പഠിപ്പിച്ചത്? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. കർത്താവിന്റെ വചനം സ്പിരിറ്റാണ്, ആത്മാവാണ്. വചനം ആത്മാവാണ്. വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വചനം എന്താണ്?
ആത്മാവാണ്. വചനം, ഉച്ചത്തിൽ പറഞ്ഞ വചനം എന്താണ്? ആത്മാവാണ്. അതാണ് അത് ദൈവശക്തിയായി മാറുന്നത്. ഇത് ദൈവമാണ്. അപ്പോൾ വചനം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ സ്വഭാവം നിറയും, കർത്താവിൻ്റെ ശക്തി നിറയും, കർത്താവിൻ്റെ ജീവൻ നിറയും, കർത്താവിൻ്റെ അനോയിന്റിങ് നിറയും, കർത്താവിൻ്റെ ആത്മാവ് നിറയും. വചനം ഭക്ഷിക്കുക, വചനം വിശ്വസിക്കുക, വചനം പ്രഖ്യാപിക്കുക, വചനം ജീവിക്കുക, വചനം കൊടുക്കുക, വചനം പ്രഘോഷിക്കുക. വചനം 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 ദൈവമാണ്, വചനം ആത്മാവാണ്. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത് കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 1 ലേഖനം 1:18, 1 Corinthians chapter 1 verse 18. 1 കൊരിന്ത്യസ് 1:18 എന്താണ് വചനം പഠിപ്പിക്കുന്നത്? നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയത്രേ. പവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശക്തിയത്രേ കർത്താവിന്റെ വചനം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ഈ വചനം ഭോഷത് കഥാപുസ്തകമാവും, അവർക്ക് ചിലപ്പോൾ കഥാപുസ്തകമാകും. എന്നാൽ രക്ഷയിൽ ജീവിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, കർത്താവിനെ ഏകരക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനം അത് ദൈവത്തിന്റെ ശക്തിയാണ്. പവർ ഓഫ് ഗോഡ്. ഈ ശക്തിയാണ് ജീവിതങ്ങളെ സുഖപ്പെടുത്തുന്നത്, ഈ ശക്തിയാണ് ജീവിതങ്ങളെ വിമോചിപ്പിക്കുന്നത്, ഈ ശക്തിയാണ് ജീവിതങ്ങളെ നവീകരിക്കുന്നത്, ദേശങ്ങളെ ഉണർത്തുന്നത്, കെട്ടുകൾ പൊട്ടിക്കുന്നത്, സാത്താൻ കോട്ടകൾ തകർക്കുന്നത്, രോഗികളെ സൗഖ്യമാക്കുന്നത്. ഈ ശക്തിയാണ് കഠിന ഹൃദയങ്ങളെ തുറക്കുന്നത്, മാനസാന്തരം കൊടുക്കുന്നത്, ദേശങ്ങളെ റിവൈവ് ചെയ്യുന്നത്. പവർ ഓഫ് ഗോഡ്. വചനം ദൈവശക്തിയാണ്, വചനം ദൈവശക്തിയാണ്, വചനം ദൈവശക്തിയാണ്. അത് ജീവിതങ്ങളെ ട്രാൻസ്ഫോം ചെയ്യും. എൻ്റെ 14ാമത്തെ വയസ്സിലോ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ വചനം എന്നെ രൂപാന്തരപ്പെടുത്തിയത്. കർത്താവിൻ്റെ വചനം എന്നെ ട്രാൻസ്ഫോം ചെയ്തു. ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഒരു എൻകൗണ്ടർ എക്സ്പീരിയൻസ് ദൈവത്തിൻ്റെ വചനം എനിക്ക് നൽകി. എത്രയോ ജനലക്ഷങ്ങളെ ഈ വചനം രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. എത്രയോ നരഭോജികളായ, എത്രയോ ആയിരക്കണക്കിന് ജീവിതങ്ങളെ മനുഷ്യ സ്നേഹികളാക്കി വചനം മാറ്റിമറിച്ചു. ദേശങ്ങളെ ഉണർത്തി, രാജ്യങ്ങളെ, ഭൂഖണ്ഡങ്ങളെ നവീകരിച്ചു. തകർന്നുപോയ എത്രയോ കുടുംബങ്ങളെ ഇത് പുനരുദ്ധരിച്ചു. പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശിതരായ എത്രയോ ജീവിതങ്ങൾക്ക് ഈ വചനം പ്രത്യാശ പകർന്നു. വചനത്തിന് മാത്രമേ, നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ രൂപാന്തരപ്പെടുത്താൻ പറ്റൂ. ഉപദേശങ്ങൾക്കും കഥകൾക്കും അനുഭവങ്ങൾക്കൊന്നും നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റില്ല. കാരണം വചനം ദൈവമാണ്, വചനം ആത്മാവാണ്. വീണ്ടും പൗലോസിലെ കൊളോസസ്കാർക്കുള്ള ലേഖനം 1:24 പറയുന്നു. 1:24 എന്താ പറയുന്നത്? കൊളോസസ് അല്ല, കൊരിന്തോസ്കാർക്കുള്ള ലേഖനം 1 Corinthians 1:24, വിളിക്കപ്പെട്ടവർക്ക്, യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്, വചനം ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പവർഫുള്ളാണ് ദൈവത്തിൻ്റെ വചനം. വചനത്തിൻ്റെ കൊയ്ത്തുകാരെ, ദൈവവചനത്തിൻ്റെ കൊയ്ത്തുകാരായി പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി നമ്മൾ അനുഭവിക്കണം. പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണത്. ഫിലിപ്പി സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 22-ാം വചനം. 4:22 എന്താ പൗലോസ്ലീഹയുടെ സാക്ഷ്യം? പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്താണ് ഫിലിപ്പി 4:22. അവിടെ പറയാണ്, നമുക്ക് വചനം ശ്രദ്ധാപൂർവം വായിക്കും. എല്ലാ വിശുദ്ധരും, പ്രത്യേകിച്ച് സീസറിൻ്റെ ഭവനത്തിൽപ്പെട്ടവർ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. സീസറിൻ്റെ ഭവനത്തിൽപ്പെട്ടവർ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. എൻ്റെ സഹോദരങ്ങളെ, റോമൻ ചക്രവർത്തിയായ സീസറിൻ്റെ ഭവനത്തിൽ പോലും കർത്താവിൻ്റെ വചനം കടന്നു ചെന്നു. ആ ഭവനത്തിലുള്ളവരിൽ ദൈവത്തിൻ്റെ വചനം പ്രവർത്തിച്ചു. അതവർക്ക് മാനസാന്തരം നൽകി. അവർ കർത്താവിനെ കണ്ടുമുട്ടി. സീസറിൻ്റെ കൊട്ടാരത്തിലുള്ള പല പ്രിയപ്പെട്ടവർ പോലും, സീസറിന് വളരെ പ്രിയപ്പെട്ടവരായ
അനേകർക്ക് മാനസാന്തരമുണ്ടായി. അവർ കർത്താവിനെ കണ്ടുമുട്ടി. പൗലോസ് പറയാ, സീസറിൻ്റെ ഭവനത്തിൽപ്പെട്ടവരും നിങ്ങൾക്ക് ആശംസ അറിയിക്കുകയാണ്. എൻ്റെ അർത്ഥം എന്താ? സീസറിൻ്റെ കൊട്ടാരത്തിലേക്ക് ഈ വചനം കടന്നു ചെന്ന് അവിടെയുള്ള പല ഒഫീഷ്യൽസിനെയും പല ജീവിതങ്ങളെയും ഈ വചനം ട്രാൻസ്ഫോം ചെയ്തു. അവർക്ക് എൻകൗണ്ടർ ഉണ്ടായി. അവർ കർത്താവിനെ കണ്ടുമുട്ടി. അവർ കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്തു, അനുഭവിച്ചു. ഓ, പവറാ! എത്ര ശക്തമാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ! അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 5, 6, 7 വചനങ്ങൾ നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. ഫിലിപ്പോസ് സമരിയായിലൊരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. ഫിലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. അനേകം തറവാട് രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. കർത്താവിന്റെ വചനം അറിയിച്ചപ്പോൾ ജനത്തിലേക്ക് ആത്മശക്തി ഇറങ്ങി. ജനത്തിന് മാനസാന്തരം ഉണ്ടായി, ഡെലിവറൻസ് ഉണ്ടായി, ഹീലിംഗ്സ് ഉണ്ടായി, കൺവെർഷൻ ഉണ്ടായി. ഇതുമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ വെളിപ്പെട്ടു. ദൈവവചനത്തിന്റെ ശക്തിയാണ് സഹോദരങ്ങളെ, വചനത്തിന്റെ ശക്തി. വചനം ദൈവശക്തിയാണ്. ഈ ശക്തിയാണ് ഈ തലമുറയ്ക്ക് ആവശ്യം. ഈ ദൈവശക്തിക്ക് മാത്രമാണ് ഈ തലമുറയെ രക്ഷിക്കുവാൻ, വീണ്ടെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പൈശാച് കെട്ടുപൊട്ടിക്കാൻ, നരകത്തിൻ്റെ അടിസ്ഥാനങ്ങൾ തകർക്കാൻ, ജീവിതങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ, ജീവിതങ്ങളെ ഡെലിവർ ചെയ്യാൻ, ഹീൽ ചെയ്യാൻ, കൺവെർട്ട് ചെയ്യാൻ ഈ വചനത്തിന് മാത്രമാണ് കഴിയുന്നത്. രണ്ടാമത്, ദൈവത്തിൻ്റെ വചനം രക്ഷയാണ്. സാൽവേഷൻ. വചനം രക്ഷയാണ്. വിശ്വസിക്കുന്ന ഏതൊരുവനും അത് രക്ഷയിലേക്ക് നയിക്കുന്നു. കണ്ടോ, വചനം നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നു. വചനം നമുക്ക് രക്ഷ തരുന്നു. രക്ഷ, സൽവേഷൻ. രക്ഷ എന്നുള്ളത് ഈശോ തന്നെയാണ്. നമ്മുടെ രക്ഷയുടെ പേരാണ് ജീസസ്. ജീസസ് ജീസസ് യേശുവാണ് നമ്മുടെ രക്ഷ. ഈശോയാണ് നമ്മുടെ രക്ഷ. അപ്പോൾ വചനം രക്ഷയാണ്. രക്ഷ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പേഴ്സൺ. ആ പേഴ്സന്റെ പേരാണ് ജീസസ്. ആ വ്യക്തിയുടെ പേരാണ് യേശു. യേശു യേശു. ഒരു 3 പ്രാവശ്യം ഉറക്കെ പറഞ്ഞ് യേശു 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 യേശു. നമ്മുടെ രക്ഷയുടെ പേരെന്താണ്? ജീസസ്. ജീസസ്. ആമേൻ. ജീസസ് 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 ജീസസ്. അതുകൊണ്ട് ഗബ്രിയേൽ ദൂതൻ പ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 1:27. മത്തായി 1:27 എന്താണ് വചനം പഠിപ്പിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 1:27 വചനം പറയുന്നു, അവൻ യേശു എന്ന് പേരിടണം, എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അവൻ നമ്മുടെ രക്ഷകനാണ്. അവൻ നമുക്ക് രക്ഷ തരുന്നവൻ. അവനാണ് നമ്മുടെ രക്ഷ. അവനാണ് നമ്മുടെ ഏക രക്ഷകൻ. പൗലോസ് ഈ സത്യം പഠിപ്പിക്കുകയാണ്. റോമൻസ് 10-ാം അധ്യായം 16, 17 വചനങ്ങൾ. റോമർ 10, 16, 17. എന്തെന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവേ, ഞങ്ങൾ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് ഏശയ്യ ചോദിക്കുന്നുണ്ടല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നും. കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ വചനം ഒരു വ്യക്തി കേൾക്കുമ്പോൾ ആ വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടുന്നു. ആ വ്യക്തി കർത്താവിനെ കാണുകയാണ്. ആ വ്യക്തിക്ക് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നു. കർത്താവുമായിട്ടൊരു വ്യക്തിബന്ധം ഉണ്ടാവുന്നു. ആ വ്യക്തി കർത്താവിൻ്റെ രക്ഷ സ്വീകരിക്കുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എത്രയോ ധ്യാനങ്ങളിൽ, കൺവെൻഷനിൽ ഇതുപോലെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ അനേകം ജീവിതങ്ങൾ അനുതാപത്തോടെ ഈശോയെ കണ്ടുമുട്ടുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ സ്നേഹത്തോടെ സാക്ഷ്യപ്പെടുത്താൻ പറ്റും. സഹോദരങ്ങളെ, ഒരു സുവിശേഷകന്റെ ജീവിതത്തിൽ, ഒരു മിഷണറിയുടെ ജീവിതത്തിൽ അവന് കിട്ടുന്ന ഏറ്റവും വലിയ സംതൃപ്തി അതാണ്. ഒരു ആത്മാവ് കർത്താവിനെ കണ്ടുമുട്ടുക, അതാണ് ഒരു മിഷണറിയുടെ സംതൃപ്തി. ഒരു ആത്മാവിനെ കർത്താവിനായി നേടുക. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. എത്രയോ വ്യക്തികൾ, ഒരിക്കൽ ഞാൻ ഓർക്കാണ്, അതുപോലെ നാളുകൾക്ക് ഒരു ധ്യാനത്തിൽ
അവിടെ കഞ്ചാവ്, മയക്കുമരുന്ന്, ഒരുപാട് തിന്മകളിൽ അടിമപ്പെട്ടൊരു ചെറുപ്പക്കാരൻ. പക്ഷെ കർത്താവിൻ്റെ വചനം അവനെ തൊട്ടു, വചനം അവനെ രൂപാന്തരപ്പെടുത്തി. 3-ാം ദിനത്തിൽ രാത്രി ആരാധന ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നവൻ അഭിഷേകം ചെയ്തു. ദൈവവചനം തീ പോലെ അവനിൽ കത്താൻ തുടങ്ങി. പിറ്റേ ദിവസം രാത്രിയിൽ ഞാൻ എൻ്റെ മുറിയിൽ ഇങ്ങനെ കിടന്ന് വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മുറിയുടെ വരാന്തയിലൂടെ ഒരു കാൽപെരുമാറ്റം കേൾക്കുന്നു. അത് ശക്തമായിട്ട് ഇങ്ങനെ ആരും നടക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ആ മുറി കിടന്ന മുറിയുടെ ഡോറ് തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു അരണ്ട വെളിച്ചത്തിൽ ചെറുപ്പക്കാരൻ കുറച്ച് ദൂരെ നിൽപ്പുണ്ട്. ആ ചെറിയ വെളിച്ചത്തിൽ അവൻ എന്നെയും കണ്ടു. അവൻ എൻ്റെ അരികിലേക്ക് ഊട്ടി വന്നിട്ട് അവൻ പറഞ്ഞു, ബ്രദർ, ഐ ആം സേവ്ഡ്. കർത്താവിനെ രക്ഷിച്ചു, കർത്താവിനെ വീണ്ടെടുത്തു. എനിക്ക് വലിയ സന്തോഷമാണ്, വലിയ ആനന്ദമാണ്. ജോയ് ഓഫ് സാൽവേഷൻ, ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. രക്ഷയുടെ ആനന്ദം അവൻ അനുഭവിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു ദൈവവേദനെ ഈ രക്ഷയുടെ ആനന്ദം ഉണ്ടാകുന്നു. ഈ ജോയ് ഓഫ് സാൽവേഷൻ ഉണ്ടാകുന്നു. അവൻ രക്ഷ സ്വീകരിക്കുന്നു. ഈ രക്ഷയിലേക്ക് അവനെ നയിക്കുന്നത്, അവളെ നയിക്കുന്നത് കർത്താവിൻ്റെ സത്യത്തിൻ്റെ വചനമാണ്. വേർഡ് ഓഫ് ഗോഡ്. ജീവനുള്ള വചനത്തിന് മാത്രമാണ് നമുക്ക് ആ രക്ഷയിലേക്ക് നയിക്കാൻ പറ്റുക. അവിടെ സഹോദരങ്ങളെ, ഈ തലമുറയ്ക്ക് വേണ്ടത് ദൈവത്തിൻ്റെ വചന. നമ്മൾ വചനം കൊടുക്കണം, ഈശോയെ കൊടുക്കണം. അവിവേകം കാണിക്കാനല്ല പറയുന്നത്. നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമ്മുടെ സാധ്യതകൾ, കഴിവുകൾ, നമ്മുടെ അവസരങ്ങൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ബന്ധങ്ങൾ, ഇതെല്ലാം കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ജനം കർത്താവിനെ കണ്ടുമുട്ടുവാൻ, ഈ തലമുറ വീണ്ടെടുക്കപ്പെടുവാൻ നമ്മൾ അവൻ്റെ സാക്ഷികളാകണം. നമ്മൾ ദൈവവചനത്തിൻ്റെ കൊയ്ത്തുകാരാണ്. നമ്മളാണ് കൊയ്ത്തുകാർ. വിളഞ്ഞു കെടുക്കുകയാണ്, പക്ഷേ വിളവ് കൊയ്യാൻ കൊയ്ത്തുകാരില്ല. കർത്താവിൻ്റെ പ്രതീക്ഷ എന്നിലും നിങ്ങളിലുമാണ്. നമ്മയാണ് കർത്താവ് പ്രതീക്ഷ വെച്ചിരിക്കുന്നത്, നമ്മയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഈ മിഷൻ കോളിനോട് യെസ് പറയാൻ എത്ര പേർക്ക് തീരുമാനമുണ്ട്? കർത്താവ് തരുന്ന ഈ വിളിയോട് യെസ് ലോർഡ്, ഐ ആം റെഡി ലോർഡ് എന്ന് പറഞ്ഞ് തങ്ങളെ തന്നെ കർത്താവിൻ്റെ വചനത്തിനായി സമർപ്പിക്കുവാൻ തീരുമാനമുള്ള എത്ര പേർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്? നിങ്ങൾ അറിയിക്കണം തീരുമാനം. ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വ്യക്തിപരമായി നിങ്ങളുടെ കുടുംബത്തിൻ്റെ, നിങ്ങളുടെ സമൂഹത്തിന് തീരുമാനങ്ങൾ അറിയിക്കുക. നമുക്ക് ഒന്നിച്ച് കർത്താവിനായി ആത്മാക്കളെ നേടുവാനായിട്ട് ഒരുങ്ങാം. വചനം രക്ഷയാണ്. മൂന്നാമത് അവിടെ പറയുന്നു, വിശ്വസിക്കുന്ന ഏവർക്കും. റോമൻസ് 1:16 പറയാൻ, വിശ്വസിക്കുന്ന ഏവർക്കും. ആർക്കാണ് വചനം രക്ഷയായി മാറുന്നത്? ആർക്കാണ് വചനം ദൈവശക്തിയായി അനുഭവപ്പെടുന്നത്? വചനത്തിൽ വിശ്വസിക്കുന്നവർക്കാണ്. ഇതൊരു കഥാപുസ്തകം വായിക്കുന്ന പോലെ നിങ്ങൾ വായിച്ചു പോകരുത്. ഇതൊരു ചരിത്രം പുസ്തകം വായിക്കുന്ന പോലെ ഇത് വായിച്ചു പോകരുത്. ഇത് മുഴുവൻ ദൈവശക്തിയാ. കർത്താവ് പറഞ്ഞു, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. ഇത് മുഴുവൻ തീയാണ്, തീ, ഫയർ. ആത്മാവിൻ്റെ തീയ, വചനം തീയാണ്. ഇത് വായിക്കുന്നവരിൽ തീ പിടിക്കും. അവൻ്റെ കണ്ണുകളിൽ, കാതുകളിൽ, മനസാക്ഷിയിൽ, ശരീരത്തിൽ, ആത്മാവിൽ, മനസ്സ് മുഴുവൻ തീ പിടിച്ച് തീയുടെ അനുഭവം ഉണ്ടാവും. ചൂടുള്ളവനാകും. ചൂട് പിടിച്ച ആത്മാവായിട്ട് മാറും. വചനം വിശ്വസിക്കണം. വിശ്വസിച്ച് വചനം വായിക്കണം. പലരിലും ഈ വചനം ആക്റ്റീവ് ആവാത്തതിനെ കാരണം എന്നോട് പലരും പറയാറുണ്ട്, എൻ്റെ ബ്രദറെ, ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല, വചനാഭിഷേകം കിട്ടുന്നില്ല, വചനത്തിന് കൃപ കിട്ടുന്നില്ല. നിങ്ങൾ വചനത്തെ സ്നേഹിച്ചുകൊണ്ട്, വചനം വിശ്വസിച്ച് നിങ്ങൾ വായിക്കുക. അത് വെറുതെ പഠിക്കാൻ വേണ്ടിയല്ല വചനം വായിക്കേണ്ടത്. അതൊക്കെ വേണം, നമുക്ക് നല്ലതാണ്. വചനത്തിന് കൃപ ലഭിക്കാം, വചനത്തിൻ്റെ ആത്മാവ് നിറയാൻ, വചനാഭിഷേകം ലഭിക്കുക, വചനത്തെ സ്നേഹിച്ച്, വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ഓരോ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കും. സഹോദര, സഹോദരി, നിന്നിൽ ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവർക്കും. യോഹന്നാൻ 8:31 ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 8:31, തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു. വിശ്വസിച്ച യഹൂദരോടാണ് യേശു സംസാരിച്ചത്. വചനത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് വചനം രക്ഷയായി മാറുന്നത്.
വചനത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് വചനം ദൈവശക്തിയായി അനുഭവിക്കാൻ കഴിയുന്നത്. വചനത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് കർത്താവിനെ കണ്ടുമുട്ടുവാൻ ആ എൻകൗണ്ടർ എക്സ്പീരിയൻസ് ലഭിക്കുന്നത്. ഇത് സത്യം മനസ്സിലാക്കണം. വീണ്ടും 1 തെസ്സലോനി 2:13 പൗലോസ്ലീഹ തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2:13 എന്താ പറയുന്നത്? 1 തെസ്സലോനി 2:13 ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവത്തിൻ്റെ വചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. ദൈവത്തിൻ്റെ വചനം ആരിലാണ് പ്രവർത്തിക്കുന്നത്? വിശ്വാസികളായ നിങ്ങൾ. വചനത്തിൽ വിശ്വസിക്കുന്നവരിൽ വചനം പ്രവർത്തിക്കുന്നത്. വചനത്തിൽ വിശ്വസിക്കുന്നവരിലാണ് വചനം കൃപയായി മാറുന്നത്, അഭിഷേകമായി മാറുന്നത്, സൗഖ്യമായി മാറുന്നത്, ജീവനായി മാറുന്നത്, ഡെലിവറൻസായി മാറുന്നത്, തീയായി മാറുന്നത്. വചനത്തിൽ വിശ്വസിക്കുന്നവരിൽ, വചനം വിശ്വസിക്കുന്നവരിൽ, വചനം വിശ്വസിക്കുന്നവരിൽ വചനം പ്രവർത്തിക്കുന്നു. വചനം ആക്റ്റീവ് ആകുന്നു. വചനം ആക്റ്റീവ് ആകുന്നു. സഹോദരങ്ങളെ, വിശ്വസിക്കുന്ന ഏവർക്കും. 4-ാമത് ആത്മാവ് ആ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുകയാണ്. എല്ലാ ജനതകൾക്കും രക്ഷയുണ്ട്. കർത്താവിൻ്റെ മനസ്സെന്താ സഹോദരങ്ങളെ? ലോക ജനതയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ആഗ്രഹം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ സ്വപ്നം എന്താണ്? പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം, തിമോത്തിയോസിന് 1-ാമത്തെ ലേഖനം 2:4 2-ാം അധ്യായം 4-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നതും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുക. എല്ലാവരും രക്ഷിക്കുക. ആരും നശിച്ചു പോകാൻ, ആരും തകർന്നു പോകാൻ കർത്താവ് ഒരു നാൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും രക്ഷിക്കപ്പെടണം. എല്ലാവരും ഈശോയെ കണ്ടുമുട്ടണം. എല്ലാവർക്കും ഈശോയുടെ സ്നേഹം കിട്ടണം. ഈശോയെ അനുഭവിക്കണം. ഈശോയെ സ്വന്തമാക്കണം. ഈശോ നൽകിയ രക്ഷയിൽ ജീവിക്കണം. ഈശോയുടെ കൂടെ നിത്യത മുഴുവൻ സ്വർഗത്തിൽ ചെലവഴിക്കണം. ഇതാണ് നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ തിരുഹിതം. കർത്താവിൻ്റെ മനസ്സ് ഇതാണ്. ഹല്ലേലൂയ. ആരും നഷ്ടപ്പെട്ടു പോകാൻ, നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത കർത്താവ്. എത്ര അത്ഭുതകരമായ സ്നേഹ. അതുകൊണ്ട് സഭയുടെ ആദ്യത്തെ മാർപ്പാ പത്രോസ്ലീഹ പറയുന്നത്, പത്രോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വചനം, 2 Peter chapter 3:9 കാലവിളംബത്തെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. തന്റെ വചനം നിറവേറ്റുന്നതിൽ കർത്താവ് താമസം വരുത്തുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ വൈകിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾക്ക് ഡിലേ വരുന്നത്? കർത്താവ് ഉറക്കം തൂങ്ങിയിട്ടല്ല, കർത്താവ് മറന്നുപോയിട്ടല്ല. പിന്നെന്താണ് കർത്താവിൻ്റെ പദ്ധതി? കർത്താവിൻ്റെ ആഗ്രഹം എന്താ? ആരും നശിച്ചു പോകാതെ സകലരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. ഹല്ലേലൂയ. ലോക ജനതയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ മനസ്സെന്താണ്? നമ്മുടെ തലമുറകളെക്കുറിച്ച്, ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രതീക്ഷ എന്താണ്? ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത കർത്താവ്. എല്ലാവരും അനുതപിച്ച് രക്ഷ പ്രാപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ദീർഘക്ഷമ കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും രക്ഷിക്കപ്പെടണം. ഇതാണ്, ഇവിടെയാണ് ഇവാഞ്ചലൈസേഷൻ്റെ ആ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും കർത്താവിൻ്റെ രക്ഷ അനുഭവിക്കണം. എല്ലാവരും ഈശോയെ കണ്ടുമുട്ടണം. എല്ലാവരും സ്നേഹത്തിലായിരിക്കണം. എല്ലാവരും കൃപയിൽ വരണം. എല്ലാവരുടെ നിത്യത കർത്താവിനോട് കൂടെ ആയിരിക്കണം. നമ്മുടെ നിത്യത കർത്താവിനോട് കൂടെ ആയിരിക്കണം. നമ്മുടെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റ് വിത്ത് ജീസസ്, ഈശോയോട് കൂടെ കർത്താവിനോട് കൂടെ ആയിരിക്കണം നമ്മുടെ നിത്യത. നമ്മുടെ നിത്യത മുഴുവൻ നമ്മുടെ കർത്താവിനോടൊപ്പമായിരിക്കണം. നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വിചാരം അതാണ്. അതിനുവേണ്ടി ഈശോ ലോകത്തിലേക്ക് വന്ന്, അതിനുവേണ്ടി ഈശോ കുരിശിൽ രക്തം ചിന്തിയത്, അതിനാണ് ഈശോ കുരിശിൽ മരിച്ചത്, അതിനാണ് ഈശോ മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്, അതിനുവേണ്ടിയാണ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തത്. ഇനി അതിനുവേണ്ടിയാണ് ഈശോ വീണ്ടും വരുന്നത്. തൻ്റെ 2-ാം വരവ് തൻ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. മഹത്തരമായ പ്രവൃത്തിയാണ് തന്നെ സ്നേഹിക്കുന്നവർക്കായി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത്.
സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വിശുദ്ധയായ ഫ്രാൻസിസ് സേവിയർ കപ്രീന എന്ന് പറയുന്ന വലിയ സെയിൻറ്റ്, സഭയിലെ വലിയൊരു സെയിൻ്റാണ്, പ്രകാരം പറഞ്ഞു, കപ്രീനി പറഞ്ഞു, യേശുവിനെ അറിയാത്തവർക്കും അവിടുത്തെ മറന്നവർക്കും അവൻ്റെ സ്നേഹം അറിയിക്കാൻ വേണ്ടി ഞാൻ എവിടെയും പോകും, എന്തും ചെയ്യും, എന്തും ഞാൻ ചെയ്യും. ഒരു ആത്മാവിനെ ഈശോയ്ക്കായിട്ട് നേടാൻ, ഒരു ആത്മാവിനെ കർത്താവിനായി നേടുവാൻ ഞാൻ എന്തും ചെയ്യും. അതിനുവേണ്ടി എന്ത് ത്യാഗം ഞാൻ എടുക്കും, എന്തോരം ഞാൻ സഹിക്കാൻ തയ്യാറാ, കഠിനമായി അധ്വാനിക്കാൻ തയ്യാറാ, അതിനുവേണ്ടിയെല്ലാം നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറാ. വിശുദ്ധയായ ഫ്രാൻസിസ് കബ്രീനി പറയാണ്, ഞാൻ കർത്താവിനായ ഒരു ആത്മാവിനെ നേടാൻ എന്തും ചെയ്യും, എവിടെയും ഞാൻ പോകും, ഏതറ്റം വരെയും ഞാൻ പോകും. എന്തൊരു കമ്മിറ്റ്മെൻറ്റാണ് സഹോദരങ്ങളെ! കർത്താവിൻ്റെ വചനത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ്, ഇവാഞ്ചലൈസേഷനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, നശിച്ചു പോകുന്ന ആത്മാക്കളെ വീണ്ടെടുക്കുവാനുള്ളൊരു സമർപ്പണം. ഈ ഒരു സമർപ്പണം നമുക്കുണ്ടാകണ്ടേ? ഈ ഒരു ബേർഡൻ, ഈ ഒരു ഹൃദയ നൊമ്പരം, ഈ ഒരു ആത്മഭാരം എനിക്ക് നിങ്ങൾക്കുണ്ടാകണ്ടേ? കർത്താവ് നമ്മൾ വിളിക്കുകയാണ് സഹോദരങ്ങളെ. ഈ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കർത്താവിൻ്റെ വചനമാണ്, അവൻ്റെ സത്യത്തിൻ്റെ വചനം, അവൻ്റെ നിർമ്മലമായ വചനം, അവൻ്റെ കൃപയുടെ വചനം. ഈ വചനം കൊടുത്ത് നമുക്ക് ഈ നാളുകളിൽ ധാരാളം ആത്മാക്കൾ ഈശോയ്ക്കായിട്ട് നേടാം. ദൈവരാജ്യത്തിന് വേണ്ടി ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറാം. കർത്താവ് അതിനായി നമ്മൾ അഭിഷേകം ചെയ്യട്ടെ.